പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 ബുധൻ. പ്രധാന വാർത്തകൾ. പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് പിഴ ഉടൻ അടയ്ക്കണമെന്നും സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളാണ് ഫോണുകളിൽ എത്തുന്നത്. അടയ്ക്കേണ്ട തുകയും ഓൺലൈൻ ലിങ്കും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. പലരും ഔദ്യോഗികമാണെന്ന് തെറ്റിദ്ധരിച്ച് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അവരുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡേറ്റകളും നൽകി പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും. ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അപഹരിക്കാൻ തട്ടിപ്പ് സംഘത്തിന് സാധിക്കും. പൗരന്മാരും താമസക്കാരും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അജ്ഞാത സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ ഓൺലൈൻ വഴി വെളിപ്പെടുത്തരുതെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ICF ബർക്ക സെക്ടർ കമ്മിറ്റി യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അൽ ഫലാഹ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മദ്ഹ് ഗാനം, ഉറുദു ഗാനം, മലയാള പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, ക്യൂസ്, പ്രബന്ധരചന, ബുർദ, ഖവാലി തുടങ്ങിയവ അരങ്ങേറി. ഫേസ് ടു ഫേസ് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ മുഖാമുഖം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഒമാനിൽ അപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം കോട്ടക്കൽ ഇന്ത്യന്നൂർ ഈസ്റ്റ് വെള്ളൂർ സ്വദേശി ജലീൽ സഖാഫിയുടെ മയ്യത്ത് നാട്ടിലെത്തിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8:50 മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒമാൻ എയർ വിമാനത്തിലാണ് നാട്ടിലേക്ക് അയച്ചത്. ബിദിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് ജലീൽ സഖാഫി മരണപ്പെട്ടത്. സന്ദർശക വിസയിൽ ഒമാനിൽ എത്തിയതായിരുന്നു. നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു അപകടം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾക്ക് ICF വെൽഫെയർ സമിതി നേതൃത്വം നൽകി. അക്കൗണ്ടിൽ നിന്നും പണമില്ലാത്തതിന്റെ പേരിൽ ചെക്കുകൾ മടങ്ങുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം ഒരുക്കി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ തുക ഇല്ലാത്ത പക്ഷം അക്കൗണ്ടിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ അനുവാദം നൽകുന്നതാണ് പുതിയ രീതി. സാധാരണഗതിയിൽ ചെക്കിൽ രേഖപ്പെടുത്തിയ മുഴുവൻ തുകയും അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ചെക്കുകൾ മടങ്ങും. അത് നിയമ നടപടികളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇത്തരം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. 2023 മടങ്ങിയത് 3,62,000 ചെക്കുകളാണെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 ബൗൺസ് ആയ ചെക്കുകളുടെ എണ്ണം 3,87,000 ആയിരുന്നു. 9.8% കുറവ് രേഖപ്പെടുത്തി. ഇടപാടുകൾക്ക് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചത് ചെക്ക് കേസുകളുടെ എണ്ണം കുറച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അക്കൗണ്ട് റദ്ദാക്കൽ, മരവിപ്പിക്കൽ തുടങ്ങിയ കാരണങ്ങളാണ് ചെക്കുകൾ മടങ്ങുന്നത്. ഇത്തരത്തിൽ 31,614 ചെക്കുകളാണ് കഴിഞ്ഞ വർഷം മടങ്ങിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യമായി ചെക്ക് മടങ്ങൽ മാറിയിട്ടുണ്ട്. അതേസമയം ഇക്കാലയളവിൽ ചെക്ക് വഴിയുള്ള ഇടപെടലുകളും വലിയ കുറവുണ്ടായി. 2018 രാജ്യത്ത് 4.7 ദശലക്ഷം ചെക്ക് ഇടപാടുകളാണ് നടന്നത്. 2023 ഇത് 3.7 ദശലക്ഷമായി കുറഞ്ഞു. എന്നാൽ മൊബൈൽ പേയ്മെന്റുകളിൽ കുതിച്ചു ചാട്ടമുണ്ടാവുകയും ചെയ്തു. 2023 മൊബൈൽ പേയ്മെന്റിൽ മാത്രം 726% വർധനവാണ് രേഖപ്പെടുത്തിയതെന്നും സെൻട്രൽ ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ആകാശത്ത് ഇന്ന് സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമാകും. സൂര്യാസ്തമയത്തിന് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ ഭീമാകാരമായ ചന്ദ്രൻ ദൃശ്യമാകുന്നതാണ് സൂപ്പർമൂൺ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏറ്റവും അടുത്തുള്ള കേന്ദ്രത്തിൽ പൂർണ്ണചന്ദ്രൻ നിലകൊള്ളുമ്പോഴാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. അണ്ഡാകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം ചെയ്യുകയും അങ്ങനെ ഭൂമിക്ക് ചന്ദ്രനും ഇടയിലുള്ള അകലം വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ഈ മാസമാണ് ഇക്കാര്യം നടക്കുക. ഇതിനിടെ ഒരു സമയം ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ഏറ്റവും അടുത്തും മറ്റൊരു തവണ ഏറ്റവും അകലെയുമാകും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കി ചന്ദ്രന്റെ പ്രഭ ഒരു മാസത്തിൽ വ്യത്യാസപ്പെടുന്നു. ഏറ്റവും അകലെയുള്ള കേന്ദ്രത്തെ അപേക്ഷിച്ച് സൂപ്പർമൂൺ സമയത്ത് ചന്ദ്രൻ 15% വലുതായും 30% പ്രഭയോടെയും കാണപ്പെടുന്നു. പ്രാദേശിക സമയം രാവിലെ 6:36 ചന്ദ്രൻ പൂർണ്ണാകൃതി പ്രാപിക്കുക. ഈ സമയം ഭൂമിയുമായി
3,57,336 കിലോമീറ്റർ അകലെയായിരിക്കും. എന്നാൽ ഇതാണ് ഭൂമിയുമായി ഏറ്റവും അടുത്തുള്ള പോയിന്റ്. ഈ സമയം ചന്ദ്രന്റെ നിറം കടുംചുവപ്പോ ഓറഞ്ചോ ആയിരിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിന് ചുറ്റും പൊടിയും മറ്റും കാരണമാണിത്. തുടർന്ന് ചന്ദ്രൻ ഉദിച്ചുയർന്ന് ചക്രവാളത്തിൽ നിന്ന് നീങ്ങുമ്പോൾ സാധാരണ വെള്ളി നിറത്തിലേക്ക് മാറുന്നു. വ്യാഴാഴ്ച സൂര്യോദയം വരെ ആകാശത്തിന് അലങ്കാരമായി ചന്ദ്രൻ നിലകൊള്ളും. ഇബ്രിയിലെ മലയാളി കൂട്ടായ്മയായ ഇമ ഓണാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി പായസ മത്സരം സംഘടിപ്പിച്ചു. ഡോക്ടർ ഉഷാറാണിയുടെ വസതിയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മത്സരാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഇന പായസങ്ങൾ വർണ്ണാഭമായി അലങ്കരിച്ചാണ് പ്രദർശിപ്പിച്ചത്. വത്സമ്മ തോമസ് 1-ാം സ്ഥാനവും അജിത സുബ്രഹ്മണ്യം 2-ാം സ്ഥാനവും സുനീറ നൌഫൽ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. രക്ഷാധികാരി ഡോക്ടർ ഉഷാറാണി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ജമാൽ ഹസൻ മത്സരാർത്ഥികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ഇബ്രി മലയാളി അസോസിയേഷൻ വനിതാ വിംഗ് കൺവീനർ ഡോക്ടർ ഷൈഫ നേതൃത്വം നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.